ഓപ്പറേഷൻ സിന്ദൂറിന് 6 മാസത്തിന് ശേഷം ജയ്ഷെ ഭീകരൻ മസൂദ് അസറിന്റെ ഓഡിയോ പുറത്ത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കുടുംബം തകർന്നു, പരിശീലന കേന്ദ്രങ്ങൾ തകർന്ന് തരിപ്പണമായി. ജിഹാദ് ശക്തമാക്കണമെന്നാണ് ആഹ്വാനം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ അലാ കുല്ലി ഹാൽ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. कि आज जमाअतुल मोमिनात की इफ्तिताई मजलिस हो रही है. अल्लाह रब्बुल आलमीन ने ये दीन इस्लाम सिर्फ मर्दों के लिए नाजिल नहीं फरमाया, ये मर्दों के लिए भी है, औरतों के लिए भी है. आका मदनी हज़रत मोहम्मद सल्लल्लाहु अलैहि वसल्लम सिर्फ मर्दों की तरफ मबऊस नहीं हुए, आप मर्दों के लिए भी तशरीफ़ लाए और औरतों के लिए भी तशरीफ़ लाए. कुरान मजीद, फुरक़ान हमीद, कुरान अज़ीम शान, इसमें ये अल्लाह ताला ने मर्दों के लिए भी नाजिल फरमाया है, औरतों के लिए भी नाजिल फरमाया है. और मर्दों के लिए ज़िम्मेदारियाँ मुकर्रर कर दी हैं और औरतों के लिए भी उनकी ज़िम्मेदारियाँ मुकर्रर कर दी हैं. ना कोई मर्द दुनिया में बेकार आया है और ना कोई औरत दुनिया में बेकार आई है. ना ये आसमान अल्लाह ताला ने बेकार पैदा फरमाया है, ना ये ज़मीन अल्लाह ताला ने बेकार पैदा फरमाई है. ബിഹാവൽപൂരിലെ ഭീകര കേന്ദ്രമടക്കം ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്തിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വളരെ നിർണായകമായ ഒരു വാർത്തയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം ശക്തമായ തിരിച്ചടിയാണ് നൽകിയത്. ആ തിരിച്ചടിയിൽ സകലതും തകർന്ന് തരിപ്പണമായെങ്കിലും അഹങ്കാരത്തിന് തെല്ലും കുറവില്ല. ഇപ്പോൾ ജിഹാദികളെ ശക്തിപ്പെടുത്തണമെന്നും ഇത് ഭാരതത്തിനെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തിപ്പെടുത്താനാണോ ആഹ്വാനം ഈ ഓഡിയോ സന്ദേശത്തിൽ? അശ്വതി, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ അതിശക്തമായ പ്രഹരം ഏൽപ്പിച്ചു എന്ന് ഭാരതം വ്യക്തമാക്കിയിരുന്നു. അത് ഓരോ ദിവസങ്ങളിൽ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇപ്പോഴും കൊടും ഭീകരൻ ജയ്ഷെ മുഹമ്മദ് ഭീകരൻ മൗലാന മസൂദ് അസറിന്റെ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ സർവ്വതും തകർന്ന് തരിപ്പണമായി എന്ന് മസൂദ് അസർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ജിഹാദ് ശക്തമാക്കണം എന്നൊരു ആഹ്വാനം കൂടി മസൂദ് അസർ നൽകുകയാണ്. ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് കേന്ദ്രങ്ങളിൽ ഭാരതത്തിന്റെ മിസൈലുകൾ അഗ്നി വർഷിച്ചിരുന്നു. അതിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ 10 പേരിലധികം കൊല്ലപ്പെട്ടു. കൂടാതെ ജയ്ഷെ മുഹമ്മദിന്റെ മുതിർന്ന കമാൻഡർമാർ, പരിശീലന കേന്ദ്രങ്ങൾ, അത്തരത്തിൽ വലിയ നാശനഷ്ടമാണ് ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയ്ക്ക്, അതായത് ജയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയും പാകിസ്ഥാൻ ഭരണകൂടവും പാക് ചാരസംഘടനയായിട്ടുള്ള ISI ഉൾപ്പെടെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന മേഖലയാണ് ബഹാവൽപൂർ. അതായത് പാകിസ്ഥാനിലെ അതിർത്തി മേഖലയിൽ നിന്ന് ഏകദേശം 100-ലധികം കിലോമീറ്റർ ഈ മേഖലയിലേക്കുണ്ട്, ഈ പ്രദേശത്തേക്കുണ്ട്. ആ ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രത്തിൽ പോലും മിസൈലുകൾ എത്തിക്കാൻ ഭാരതത്തിന് സാധിച്ചിരുന്നു. അവിടെയും കനത്ത നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ മസൂദ് അസർ തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ മസൂദ് അസറിൻ്റെ ബന്ധുവും ജയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡറുമായിട്ടുള്ള മുഹമ്മദ് ഇല്യാസിൻ്റെ പ്രതികരണം ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. അതിൽ ഭാരതത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറിൽ ജയ്ഷെ മുഹമ്മദിൻ്റെ സർവ്വതും തകർന്നടിഞ്ഞു എന്ന പ്രതികരണം മുഹമ്മദ് ഇല്യാസും നടത്തിയിരുന്നു. അതിന് സമാനമായിട്ടുള്ള പ്രതികരണങ്ങളും കനത്ത നാശനഷ്ടം ജയ്ഷെ മുഹമ്മദിനുണ്ടായി എന്ന തുറന്നു പറച്ചിലുമാണ് ഇപ്പോൾ മസൂദ് അസർ നടത്തിയിട്ടുള്ളത്. കൂടാതെ ജിഹാദ് ശക്തമാക്കണമെന്നും അതും വനിതാ ജിഹാദ്, സ്ത്രീ ജിഹാദ് ശക്തമാക്കണമെന്ന ആഹ്വാനം കൂടി മസൂദ് അസർ നടത്തിയിട്ടുണ്ട്. ഇത്രയധികം വലിയ തകർച്ച അല്ലെങ്കിൽ വലിയ അടി കിട്ടിയിട്ട് പോലും ഭാരതത്തിനെതിരെ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ കൂടുതൽ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ജയ്ഷെ മുഹമ്മദും ഈ മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരരും ശ്രമിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പിന്തുണ പാകിസ്ഥാൻ സർക്കാരും നൽകി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അന്താരാഷ്ട്ര വേദികളിൽ തുറന്നു കാണിക്കാനും ഭാരതത്തിന് സാധിച്ചിരുന്നു. ഏതായാലും നിവർന്നു നിൽക്കാൻ നട്ടലില്ലാത്ത അവസ്ഥയിലാണ് നിലവിൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ എന്ന് വ്യക്തമാണ്. എങ്കിൽ പോലും ജിഹാദ് ശക്തമാക്കാനുള്ള ആഹ്വാനമാണ് മസൂദ് അസർ ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. അശ്വതി, ശ്രീകാന്ത്, ഈ ഭീകരവാദം പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്തായാലും ഭാരതത്തിനെതിരെ അണിയറയിൽ ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന് സംശയിക്കേണ്ടതില്ലേ ഈ സാഹചര്യത്തിൽ? ക്ഷമിക്കണം ജിഷ്ണു. അശ്വതി, ഓപ്പറേഷൻ
ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി ഭാരതത്തിനെതിരെ പഹൽഗാം ഭീകരാക്രമണ മാതൃകയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ നിലവിൽ ഭാരതം എന്തിനും സജ്ജമാണ്. നേരത്തെ കരസേനാ മേധാവിയാണെങ്കിലും ഒപ്പം ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കിയത് ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഭാരതത്തിന് നേരെയുണ്ടായാൽ പാകിസ്ഥാനെ തകർക്കുന്ന രീതിയിലുള്ള മറുപടി ഭാരതം നൽകും എന്നുള്ളത് തന്നെയാണ്. അത് ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള സൈനിക അഭ്യാസത്തിലൂടെയും ഭാരതത്തിൻ്റെ യുദ്ധവിമാനങ്ങളുടെ പ്രകടനത്തിലൂടെയും ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെയും റഫാൽ യുദ്ധവിമാനത്തിൽ പകർന്നുകൊണ്ട് ഭാരതത്തിൻ്റെ സേനയുടെയും യുദ്ധവിമാനങ്ങളുടെയും യുദ്ധോപകരണങ്ങളുടെയും എല്ലാം കരുത്തും വിശ്വാസ്യതയും എത്രയാണ് എന്ന് ലോകത്തിന്, പാകിസ്ഥാന് മാത്രമല്ല ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ അത്തരത്തിൽ ഏതെങ്കിലും ഭീകരാക്രമണങ്ങൾക്ക് പാകിസ്ഥാനോ പാകിസ്ഥാനിലെ ഭീകരശക്തികളോ ശ്രമിക്കുകയാണെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള മറുപടി ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഉറപ്പാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാക് ചാരസംഘടനയും പാകിസ്ഥാൻ സൈന്യവും ഏതു സമയവും ഭീകര സംഘടനകൾക്ക് അല്ലെങ്കിൽ ഭീകര സംഘടനകളുടെ നേതാക്കൾക്ക് കൃത്യമായിട്ടുള്ള അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും ഭീകരവാദത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് 6 മാസത്തിന് ശേഷമാണ് ജെയ്ഷെ ഭീകരൻ മസൂദ് അസറിന്റെ ഓഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തായിരിക്കുന്നത്.